അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ MP ഓഫീസിലേക്കും BJPയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി, അവനവൻ്റെ ഭൂമി വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ഇന്ന് ഈ രാജ്യത്തിലുടനീളം വഖഫുമായി ബന്ധപ്പെട്ടുള്ള ആ കോൺഗ്രസിൻ്റെ ഒരു കിരാത നിയമം 1995 നിയമ ഭേദഗതിയോടുകൂടി നടപ്പിലാക്കിയപ്പോൾ യാതൊരു കാരണവുമില്ലാതെ ഈ നാട്ടിലെ ഭൂമികൾ മുഴുവൻ വഖഫിന്റെ പേരിൽ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം. അതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഇന്ന് ആ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇന്ന് പാർലമെന്റിൽ ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ആ ബില്ലുകൾ അവതരിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കറിയാം, മുനമ്പത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്വന്തം ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി മുനമ്പത്തെ ജനങ്ങൾ എത്രയോ നാളുകളായി വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ സമരത്തിന് ഐക്യദാർഢ്യമായി ഭാരതീയ ജനതാ പാർട്ടി അടക്കമുള്ള ഈ നാട്ടിലെ ദേശീയ ജനാധിപത്യ സഖ്യം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകളടക്കം ഈ പാർലമെന്റിൽ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും കോൺഗ്രസ് അടക്കമുള്ള ഇടതുപക്ഷം ഇന്ന് അതിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് പാർലമെന്റ് സ്വീകരിക്കാൻ പോകുന്നത്. അവരുടെ ഈ ഇരട്ടത്താപ്പ്, കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഈ ഇരട്ടത്താപ്പ് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിന്റെ ഓഫീസിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള ആലപ്പുഴ സൗത്ത് ജില്ലയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ സന്ദീപ് വാചസ്പതി അവരുകളാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ പ്രസിഡന്റ് K. സോമൻ അവരുകളെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ബഹുമാനിയുടെ KS രാജൻ അവരുകളെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള MP ഗോമാർ അവരുകളെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ സെക്രട്ടറി B. കൃഷ്ണകുമാർ അവരുകളെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള KG കർത്ത അവരുകൾ, ഡോക്ടർ ഗീത അനിൽകുമാർ അടക്കമുള്ള സംസ്ഥാന കൗൺസിൽ അംഗം MA ഹരികുമാർ, മാന്നാർ സതീഷ്, പാറയിൽ രാധാകൃഷ്ണൻ, യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള ശ്യാം കൃഷ്ണൻ, മഹിളാ മോർച്ചയുടെ നേതാക്കന്മാർ, പാർട്ടിയുടെ മണ്ഡലത്തിന്റെ അധ്യക്ഷന്മാർ, ജനറൽ സെക്രട്ടറിമാർ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള മാവേലിക്കര മണ്ഡലത്തിന് മുൻ അധ്യക്ഷനായിട്ടുള്ള KK അനൂപ് അടക്കം യോഗത്തിൽ സംസ്ഥാന ട്രേഡേഴ്സ് സെല്ലിന്റെ സംസ്ഥാന കോ കൺവീനറായിട്ടുള്ള D. വിനോദ് കുമാർ അടക്കം മണ്ഡലം പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പാർട്ടിയുടെ എല്ലാ ചുമതലക്കാരെയും യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള പാർട്ടിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമാൻ സന്ദീപ് വാചസ്പതി അവരുകളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച പാർട്ടിയുടെ ചെങ്ങന്നൂർ മണ്ഡലം അധ്യക്ഷൻ ശ്രീ പ്രമോദ് കാരക്കാട്, പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ അധ്യക്ഷൻ ബഹുമാനായ ശ്രീ K. സോമൻ,
പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗം ബഹുമാനപ്പെട്ട ശ്രീ KS രാജൻ, മുൻ ജില്ലാ അധ്യക്ഷനും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായ ശ്രീ MV ഗോപകുമാർ, പാർട്ടിയുടെ ദക്ഷിണ മേഖലയുടെ സെക്രട്ടറി ശ്രീ B കൃഷ്ണകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മാന്നാർ സതീശ്, പാറയിൽ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീതാ ലളിതകുമാർ തുടങ്ങി പാർട്ടിയുടെയും വിവിധ മോർച്ചകളുടെയും നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതിൻ്റെ ആവശ്യകതയെപ്പറ്റി പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ഇവിടെ വിശദീകരിക്കുകയും നമുക്കെല്ലാവർക്കും അതേപ്പറ്റി ബോധ്യമുള്ള ഒരു കാര്യവുമാണ്. ഇന്ന് ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൽ ഭാരത ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ശക്തിപ്പെടുത്തുന്ന നിർണായകമായ ഒരു ബില്ല് രാജ്യം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള 20 MPമാരുടെ വർഗീയമായ മതനിരപേക്ഷതയ്ക്ക് ചേരാത്ത ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന നിലപാടിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സംസ്ഥാന വ്യാപകമായി കേരളത്തിലെ 20 MPമാരുടെ വസതിയിലേക്കോ അവരുടെ ഔദ്യോഗിക 19 MPമാരുടെ വസതിയിലേക്കോ അവരുടെ ഓഫീസുകളിലേക്കോ ഇന്ന് മാർച്ച് ചെയ്യുന്നത്. നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള തൃശ്ശൂരിൽ നിന്നുള്ള ഏക MPയായ ശ്രീമാൻ സുരേഷ് ഗോപി ഒഴികെയുള്ള 19 MPമാരും ഇന്ന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കാരണം 1913 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമത്തിന്റെ ചുവട് പിടിച്ച് 1954 നെഹ്റു സർക്കാരാണ് ഇന്ത്യയിൽ നിയമം കൊണ്ടുവന്നത്. പിന്നീട് 1901 കാരണം ഈ നിയമം എന്നുള്ളത് ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് യഥേഷ്ടം രാജ്യത്ത് എവിടെയും സ്വത്ത് അപഹരിക്കുന്നതിന് വേണ്ടിയും ആരെയും സ്വത്തിനെ ഏതു സമയത്തും കൊണ്ടുവന്നിട്ടുള്ള ഈ വഖഫ് നിയമമാണ്. ഭാരതം സ്വതന്ത്രമായ കാലഘട്ടത്തിൽ മുതൽ ഈ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് വഖഫ് നിയമം റദ്ദാക്കുകയോ അല്ല എങ്കിൽ മാരകമായ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന മതനിരപേക്ഷതയെ അട്ടിമറിക്കുന്ന വകുപ്പുകൾ എടുത്തു കളയണം എന്നുള്ളത് കാലങ്ങളായുള്ള ആവശ്യമാണ്. പക്ഷേ രാജ്യത്തെ 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് 4 വോട്ടിനു വേണ്ടി, മതപ്രീണനത്തിനു വേണ്ടി മുസ്ലിം മൗലികവാദികളുടെ മതമൗലികവാദികളുടെ തിട്ടൂരത്തിനു വഴങ്ങി രാജ്യം ഭരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത കാലം മുതൽ തന്നെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടർന്നു വരികയാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ഈ വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാരകമായ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വിചിത്രമെന്ന് തോന്നുന്ന പലവിധമായ വകുപ്പുകളും ഈ വഖഫ് നിയമത്തിലുണ്ട് എന്ന് നിങ്ങൾ അറിയണം. ആ വഖഫ് നിയമത്തിന്റെ സെക്ഷൻ 40 പറയുന്നത് ഏതൊരു പ്രോപ്പർട്ടിയും ഏതൊരു സാഹചര്യത്തിലും ഒരു നോട്ടിഫിക്കേഷനോടുകൂടി വഖഫിൻ്റെതായി സ്വന്തമാക്കാൻ വഖഫ് ബോർഡിന് പരമമായ അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ 40 എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ വഖഫ് എന്നുള്ളത് സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ അവരുടെ കാലശേഷമോ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ അവരുടെ വസ്തു മതപരമായ ആവശ്യങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതാണ് സാധാരണ വഖഫ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷേ ഈ വഖഫ് നിയമത്തിൽ മാരകമായ മറ്റൊരു വകുപ്പുണ്ടായിരുന്നു. അതാണ് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ചെങ്ങന്നൂരിലെ നമ്മളുടെ ഇവിടെയുള്ള ഒരു മൈതാനം, ആ മൈതാനത്ത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈദ് നമസ്കാരം നടന്നിട്ടുണ്ട് എങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു ഈദ് മുൻപ് നടന്നിട്ടുള്ളതാണ് എന്ന കാരണം പറഞ്ഞ് ആ പ്രോപ്പർട്ടിയെ വഖഫായി നിജപ്പെടുത്താനുള്ള വ്യവസ്ഥ ചെയ്യാനുള്ള അധികാരം ഈ നിയമത്തിലുണ്ടായിരുന്നു. ഇങ്ങനെയാണ് രാജ്യത്ത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇന്ന് വഖഫിന്റെ സ്വന്തമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വത്ത് കൈയാളുന്നത് ഇന്ത്യൻ റെയിൽവേയാണ്. അതിനുശേഷം ഇന്ത്യൻ പ്രതിരോധ വകുപ്പാണ്. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഭൂമി കയ്യിലുള്ളത് ഇന്ത്യൻ വഖഫ് ബോർഡിന്റെ കയ്യിലാണ്. 9 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഖഫ് ചെയ്യപ്പെട്ട് കിടക്കുന്നത്. ഈ ഭൂമി കൊണ്ട് മുസ്ലിം സമുദായത്തിനൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല രാജ്യത്തിനും പ്രയോജനമില്ല. നാം സാധാരണ വിചാരിക്കും ഈ ഭൂമിയൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന്. അവർക്കും ഒരു പ്രയോജനമില്ല. ഈ ഭൂമിയെല്ലാം തരിശായി കിടക്കുകയും
9 ലക്ഷം ഏക്കർ ഭൂമിയിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ വഖഫിനുണ്ടായിട്ടുള്ള ആകെ വരുമാനം എന്നുള്ളത് വെറും 10 കോടി രൂപയാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ രാജ്യത്തെ എല്ലാവിധമായ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായ ഒരു നിയമം പതിച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ആ നിയമത്തിൽ നിന്ന് ഭേദഗതി വരുത്താൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 19 MP-മാർ, അതിൽ ഖേദത്തോടെ പറയട്ടെ, നമ്മുടെ മാവേലിക്കര MP അടക്കമുള്ളവർ ഇന്ന് പാർലമെന്റിൽ സ്വീകരിക്കുന്നത് ഈ രാജ്യത്ത് നിന്ന് അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട കൊടിക്കുന്നിലോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ച MP ആണോ എന്ന് നിങ്ങൾ വ്യക്തമാക്കണം. നിങ്ങളെ പാർലമെന്റിലേക്ക് അയക്കാൻ ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരോടൊന്നും യാതൊരു മമതയുമില്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി തന്റെ MP എന്നുള്ള പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനപ്രതിനിധി എന്ന ഒരു പദവിക്ക് ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് അർഹനല്ലാതെയായിരിക്കുന്നു. അയാൾ ഇന്ന് മുസ്ലിങ്ങളുടെ മാത്രം MP ആയി, ഒരു മുസ്ലിം മതമൗലികവാദികളുടെ മാത്രം ജനപ്രതിനിധിയായി ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് മാറിയിരിക്കുകയാണ്. ഈ മാവേലിക്കര പാർലമെന്റിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുടെയും വോട്ട് വാങ്ങിയാണ് കൊടിക്കുന്നിൽ ഇവിടെ നിന്ന് MP ആയി പോയിട്ടുള്ളത്. പക്ഷേ ഇന്ന് അദ്ദേഹം മുസ്ലിങ്ങളുടെ മാത്രം MP ആയി അധപ്പതിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പാർലമെന്റിൽ നടക്കുന്ന ഈ വഖഫ് നിയമ ഭേദഗതി അനുകൂലമായി, വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിന് അനുകൂലമായി MP വോട്ട് ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അതാണ് ജനാധിപത്യം, അതാണ് മതേതരത്വം. ഈ നാട്ടിൽ മതേതരത്വം പുലരണമെങ്കിൽ മതേതരത്വം എന്നുള്ളത് വൺ വേ ട്രാഫിക് അല്ല എന്നും മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ നാട്ടിൽ വോട്ടവകാശമുള്ളത് എന്നും MP തിരിച്ചറിയണം. ഇന്ന് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വഞ്ചിച്ചുകൊണ്ട് വഖഫ് എതിരായി വോട്ട് ചെയ്യാൻ പോകുന്ന കൊടിക്കുന്നിൽ സുരേഷിനോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഈ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അടുത്ത തവണ നിങ്ങളെ പാർലമെന്റ് കാണിക്കുകയില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, അടുത്ത തവണ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് നിങ്ങളുടെ വീടുകളിൽ വോട്ട് ചോദിച്ചെത്തുമ്പോൾ, കോൺഗ്രസുകാർ നിങ്ങൾക്ക് വോട്ട് ചോദിച്ചെത്തുമ്പോൾ ചാണകത്തിൽ മുക്കിയ ചൂലുകൊണ്ട് ഓരോ കോൺഗ്രസുകാരനെയും ഈ നാട്ടിലെ ജനങ്ങൾ അടിച്ചിറക്കണമെന്നാണ് BJPക്ക് ആവശ്യപ്പെടാനുള്ളത്. കാരണം അവർക്ക് മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം മതി. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെയോ ക്രിസ്ത്യാനികളുടെയോ വോട്ടിന് പുല്ലുവിലയാണ് കോൺഗ്രസുകാരൻ കൽപ്പിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങളെ പറ്റി, നിങ്ങളുടെ അധികാരങ്ങളോട് അവർക്ക് യാതൊരു മമതയുമില്ല. അതുകൊണ്ട് മുസ്ലിം പ്രീണനം നടത്തുന്ന, മുസ്ലിം മതമൗലികവാദികൾക്ക് കീഴടങ്ങി കൊടുക്കുന്ന ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് അടിയന്തരമായി രാജിവെച്ച് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടുള്ള, ജനാധിപത്യത്തോടുള്ള തന്റെ കടമ നിറവേറ്റണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു നിർത്തുന്നു. വന്ദേ മാതരം. നിങ്ങൾക്കെതിരെ ഉയരുന്നു ആലപ്പുഴയുടെ പ്രതിഷേധം. നമ്മുടെ ഈ പ്രതിഷേധ സമരത്തിൽ സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ദക്ഷിണമേഖലയുടെ പ്രസിഡന്റായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള K. സോമൻ അവരെ ക്ഷണിച്ചോളൂ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേരളത്തിൽ MP-മാരുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. ആലപ്പുഴ സൗത്ത് ജില്ലാ നേതൃത്വം നൽകുന്ന ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന BJPയുടെ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ സന്ദീപ് വാചസ്പതി, മുൻ ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ശ്രീ MP ഗോപകുമാർ, ആലപ്പുഴ ജില്ലയുടെ മുൻ അധ്യക്ഷന്മാരായിട്ടുള്ള ബഹുമാന്യായ ശ്രീ KS രാജൻ അവർകൾ, ശ്രീ മാന്നാർ സതീഷ്, മറ്റ് നേതാക്കന്മാർ, സഹപ്രവർത്തകർ, സഹോദരിമാർ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. 20 മിനിറ്റ് കഴിയുന്ന സമയത്ത് 12 മണിക്ക് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ വഖഫ് നിയമം രാജ്യത്തിൻ്റെ ന്യൂനപക്ഷകാര്യ മന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കും. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി. നേരത്തെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട്
ആ കാര്യോപദേശക സമിതി രാജ്യത്ത് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വഖഫുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് എല്ലാം തന്നെ നടത്തിയിട്ടുള്ള അഭിപ്രായ രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഭേദഗതികൾ നിലവിലുള്ള നിയമത്തിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് രാജ്യത്ത് നിന്ന് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുക. ഈ സന്ദർഭത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വഖഫ് ബില്ലിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള സംസ്ഥാനത്തെ 19 എംപിമാർ അവർ ഈ നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ അഭ്യർത്ഥനയ്ക്കെതിരായ നിലപാടാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ സ്വീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടങ്ങളെല്ലാം തന്നെ വഖഫ് ഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്ന അനധികൃതമായിട്ടുള്ള കയ്യേറ്റം അവസാനിപ്പിക്കണം. വഖഫാണ് എന്ന് കണ്ടെത്തുന്ന ഭൂമിയെ സംബന്ധിച്ച് പരാതി കൊടുക്കാനുള്ള സംവിധാനം രാജ്യത്തില്ല. കോടതികളെ സമീപിക്കാനുള്ള സാഹചര്യമില്ല. വഖഫിന്റെ ട്രൈബ്യൂണലുണ്ട്. അവിടുത്തെ വിധി അന്തിമമായ വിധിയാണ്. അതല്ലാത്ത ചില പരിഷ്കാരങ്ങൾ, കോടതിയെ സമീപിക്കുന്നതിനടക്കമുള്ള ചില പരിഷ്കാരങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിനെ വക്രീകരിക്കാൻ വേണ്ടി രാജ്യത്ത് വലിയ ശ്രമങ്ങൾ നടത്തുക, അഹിന്ദുക്കളായിട്ടുള്ളവർ വഖഫിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡിയിൽ വരുന്നു എന്നെല്ലാം പ്രചരിപ്പിക്കുകയാണ്. അഹിന്ദുക്കളായിട്ടുള്ളവരുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വഖഫിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന ഘടകത്തിൽ വരുന്നു എന്ന് പറയുകയാണ്. അത് ശരിയാണ്. പക്ഷെ അവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്, അവർ IAS ഓഫീസർമാരാണ്, ഈ രാജ്യത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. രാജ്യത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ മുസ്ലിങ്ങൾ മാത്രമായിരിക്കണമെന്ന് നിയമമില്ല. ആ നിയമത്തിന്റെ പിൻബലത്തിലാണ് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ വഖഫുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ തീരുമാനമെടുക്കുന്ന ബോഡികളിൽ വരിക, അധികാര സംവിധാനത്തിൽ വരിക. പക്ഷെ അതിനെല്ലാം വക്രീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പാർലമെന്റിനെ കള്ളപ്രചാരവേലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് BJP വിരുദ്ധതയും ദേശവിരുദ്ധതയും പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടം ഇസ്ലാമിക തീവ്രവാദികൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ. വയനാട്ടിലെ MP വരുമ്പോ അവിടെ ഉയരുന്ന കൊടി, ലീഗിന്റെ കൊടിക്കൊപ്പം പാകിസ്ഥാൻ അനുകൂലികളുടെ കൊടി അവിടെ ഉയരുകയാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ട ഒരു ഗതികേട് മാവേലിക്കര MP, ആലപ്പുഴ MP അടക്കമുള്ള ആളുകൾക്കുണ്ടായിരിക്കുകയാണ്. ഇത് നാട്ടിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ താല്പര്യത്തിനെതിരാണ്. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ധിക്കരിക്കുകയാണ്, അവരെ പരിഹസിക്കുകയാണ്. മുനമ്പത്ത് കുടിയൊഴിപ്പിക്കപ്പെടുന്ന 650 കുടുംബങ്ങളെ കാണാതെ പോകുകയാണ്. ഇതിനെതിരായി BJP രാജ്യത്ത് ആരംഭിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ ഓഫീസിലേക്ക് BJPയുടെ തെക്കൻ ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ സന്ദീപ് വാചസ്പതിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പ്രതിഷേധം വരുന്ന നാളുകളിൽ കൂടുതൽ കരുത്തോടെ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുമ്പോൾ ഈ നാടിനെ സ്നേഹിക്കുന്നവർ, ജനാധിപത്യ വിശ്വാസികൾ, ദേശസ്നേഹികൾ ഈ ചേരിയിലോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ പ്രക്ഷോഭത്തെ ശക്തിപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. നമ്മുടെ ഈ വിഷയ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ MP ഗോകുമാർ അവരുടെ ആദരവോടെ ക്ഷണിച്ചു. സമാധാനത്തിനായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകർ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം നിരവധി ചരിത്രപരമായ തിരുത്തലുകളാണ് ഭാരതത്തിൽ നടപ്പിലാക്കുന്നത്. ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിനും ക്രിസ്ത്യൻ സമൂഹത്തിനും അതുപോലെ മിതവാദികളായ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന മുസ്ലിം സഹോദരന്മാർക്കും സഹായകരമാകുന്ന ഒരു നിയമം കൂടി ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഉഴത്തിന് 300 തവണ മതേതരത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ട് മുസ്ലിം തീവ്രവാദികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇവിടെ മുനമ്പത്ത് സമരം ചെയ്യുന്ന ക്രിസ്ത്യൻ കുടുംബങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന പ്രസ്താവന നടത്തി പ്രസംഗിച്ച് അവിടെ നിന്ന് വണ്ടി നേരെ എടുത്ത് കേരള നിയമസഭയിൽ പോയി ഇടതും വലതും ചേർന്നുകൊണ്ട്
ഈ വഖഫ് നിയമ ഭേദഗതിക്കെതിരായി ബില്ല് പാസാക്കി. അവിടുന്ന് നേരെ വീണ്ടും കോഴിക്കോട്ടെത്തി ഈ ഭേദഗതിക്കെതിരായി സമരം ചെയ്യുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന കേരളത്തിലെ CPM-ഉം കോൺഗ്രസും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെയുള്ള MP-മാർക്കുള്ള താക്കീതാണ് BJP-യുടെ ഈ സമരം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശക്തമായിട്ടുള്ള ജനമുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ കാര്യത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുള്ളവരാണ്. കാരണം ഇവിടെ നഷ്ടപ്പെടുന്നത് മുസ്ലിം സമൂഹത്തിന് ഒന്നും നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. തീവ്രവാദികൾക്ക് വേണ്ടിയാണ്. തീവ്രവാദികൾക്ക് വേണ്ടി 1995-ലും 2013-ലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഈ വഖഫ് നിയമം ഭേദഗതി ചെയ്ത് ഈ തീവ്രവാദികൾ കഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള ഇവിടുത്തെ അവർക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അതിനൊരു തിരുത്തൽ വരുത്താനാണ് ഇതിനു മുമ്പ് ഈ ലോകസഭയിലും രാജ്യസഭയിലും കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കന്മാർ ഉന്നയിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇന്ന് ഈ വഖഫ് നിയമ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കപ്പെടുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഇവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോ ക്രിസ്ത്യൻ പള്ളികളെ സംബന്ധിച്ചോ ഒരു വിഷയമുണ്ടായാൽ, ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനികളുടെയും ഭൂമിയെ പറ്റി ഒരു തർക്കമുണ്ടായാൽ കളക്ടറും നിയമവും കോടതിയും പോലീസും എല്ലാം ഇടപെടുമെങ്കിൽ മുസ്ലിങ്ങളുടെ ആ സ്വത്തുക്കൾ വഖഫ് ഭൂമിയെ സംബന്ധിച്ച് വരുമ്പോൾ അവിടെ ഇടപെടാൻ പാടില്ല എന്ന മതേതരത്വമാണ് CPM-ഉം കോൺഗ്രസും പറയുന്നത്. അതിനെതിരായിട്ടുള്ള നീക്കമാണ് BJP നടത്തുന്നത്. BJP യഥാർത്ഥത്തിലുള്ള മതേതരത്വം, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന, എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യ ഭാരതമാണ് സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ധീരമായിട്ടുള്ള നടപടികളുമായി നമുക്കറിയാം മുത്തലാഖ് നിയമം ഉൾപ്പെടെ മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ധീരമായ തീരുമാനമെടുത്ത BJP സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് തീർച്ചയായും പാസ്സാകും. പക്ഷേ അതിനെതിരായി ഇവിടെ ശബ്ദമുയർത്തുന്ന കോൺഗ്രസുകാരനും CPM-ഉം കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ജനപ്രതിനിധികൾ നാളെ ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർക്ക് 1000 അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. ഭാരതമണ്ണിൽ ഇല്ലാതാക്കാൻ മോദി സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കും കോൺഗ്രസ്, കൊടിക്കുന്നിൽ MP മൂരാച്ചി നിങ്ങൾക്കെതിരെ ഉയരുന്നു മാവേലിക്കരയുടെ പ്രതിഷേധം, ആലപ്പുഴയുടെ പ്രതിഷേധം.